ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് കേരളീയ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു പേപ്പറിൽ എന്താണ് നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും എന്ന യൂണിറ്റ് ആണേ. അപ്പം ഏതാണ് കേരളീയ നവോത്ഥാനം എന്ന പേപ്പറിലെ അധ്യായമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും. ആദ്യത്തെ യൂണിറ്റ് നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ അരുണ ജെ. എൻ്റെ സ്ഥലം കൊല്ലം കുളത്തുപുഴയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്ന് പറയുന്നത് കേരളീയ നവോത്ഥാനത്തിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഏതാണ് നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും. അപ്പോൾ നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും എന്താണ് നവോത്ഥാനം എന്ന് നമുക്ക് നോക്കണം അല്ലേ. എന്താണ് നവോത്ഥാനം എന്ന് നോക്കണം. നവോത്ഥാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നും കൂടി നമുക്ക് ഇന്ന് വിശദമായിട്ട് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും എന്നതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര്. ഒന്നാമത്തെ യൂണിറ്റാണ് കേരളീയ നവോത്ഥാനം എന്ന് പറയുന്ന പേപ്പറിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും. ഓക്കെ, അപ്പം നമുക്ക് ആ യൂണിറ്റിൻ്റെ ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെയാണ് വിശദമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കാവേ, നവോത്ഥാനം അർത്ഥവും വ്യാപ്തിയും. അതിൽ നോക്കിയേ, നവോത്ഥാനം, നവം പ്ലസ് ഉത്ഥാനം, അതാണ് എന്തെന്ന് പറയുന്നത് നവോത്ഥാനം. രണ്ട് വാക്കുകൾ ചേർന്നു അല്ലെ, നവം പ്ലസ് ഉത്ഥാനം ചേർന്നാണ് നവോത്ഥാനം എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്, എന്ന് പറയുന്ന ഒരു പദം ഉണ്ടായിരിക്കുന്നത്. നവം പ്ലസ് ഉത്ഥാനം, നവോത്ഥാനം. ഓക്കെ, അപ്പൊ നോക്കിയേ, നവം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത് എന്നാണ് അർത്ഥം. നവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് എന്നാണ് അർത്ഥം. ഉത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേൽക്കൽ. എഴുന്നേൽക്കൽ അഥവാ ഉണർത്തൽ എന്നാണ് എന്തെന്ന് പറയുന്നത് പുതിയത്. ഓക്കെ, അപ്പൊ നവം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത് എന്നും ഉത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേൽക്കൽ എന്നാണ്. അപ്പൊ എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമുക്ക് പറയാം അല്ലെ. എന്താണ്? ഉയർത്തെഴുന്നേൽപ്പ്, നവോത്ഥാനം. ഓക്കെ, അതായത് അപ്പം നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്താണ്? സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമുക്ക് പറയാം എക്സാമ്പിളായിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടവും ഇന്നത്തെ ഒരു കാലഘട്ടം തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അല്ലേ. സംസ്കാരം എടുക്കുന്നത്, അതായത് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണ കാര്യങ്ങളാണെങ്കിലും വസ്ത്രധാരണത്തിലാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ഓരോ ഘട്ടങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ നമുക്ക് എന്തുണ്ട്? മാറ്റമുണ്ട് അല്ലേ. ആ മാറ്റമാണ് എന്തെന്ന് പറയുന്നത്, അതിലുണ്ടാകുന്ന ഒരു മാറ്റം, അതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിലനിന്നിരിക്കുന്ന ഒരു സംഭവത്തിൽ, ഒരു വിഷയത്തിൽ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിണാമം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. അതായത് പുതിയത്. മനസ്സിലാവുന്നുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് നമുക്ക് അതിൽ നിന്ന്, അതായത് ഒരു പുതിയതായിട്ടൊരു സംഭവം ഉണ്ടാകുന്നു, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാം. എവിടെ സംശയം ഉണ്ടെങ്കിലും ടീച്ചർ പറഞ്ഞത് ശരിയായില്ലെങ്കിൽ ടീച്ചർ പറഞ്ഞത് ശരിയായില്ല എന്ന് പറയാം. അല്ല, നിങ്ങൾക്ക് ഒന്നും കൂടി പറയണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നവോത്ഥാനം എന്താണെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അത് ഭരണപരമായിക്കോട്ടെ, അനുഷ്ഠാനമായിക്കോട്ടെ, ക്രയവിക്രയമായിക്കോട്ടെ, വസ്ത്രധാരണം, ഗൃഹനിർമ്മാണം, ഏത് മേഖലയിലാണെങ്കിലും ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം നമ്മുടെ വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന, രാജഭരണത്തിൽ നിന്നും നമ്മൾ എന്ത് ഭരണത്തിലേക്ക് വന്നു? ഒരു ജനാധിപത്യ ഭരണത്തിലേക്ക് വന്നു അല്ലെ. രാജഭരണത്തിൽ നിന്നും ജനാധിപത്യ ഭരണത്തിലേക്ക് വന്നു. പണ്ട് രാജകീയമായിട്ടുള്ളൊരു നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ആയിരുന്നു. അതിൽ നിന്ന് അത് ഒരു മാറ്റമാണ് അല്ലേ. അതിൽ നിന്ന് അതുപോലെ തന്നെ നോക്കിയേ, ഇപ്പം എല്ലാ മേഖലയിലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം ഉണ്ട് അല്ലേ. പണ്ട് പക്ഷേ നമുക്ക് പറയാം, പണ്ട് നിലനിന്നിരുന്ന ഒരു വസ്ത്രധാരണം ഇപ്പം ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിയൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. അധികം അമ്മമാർ സാരി, ഹാഫ് സാരിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു കുട്ടിക്കാലമൊക്കെ ആയപ്പോഴത്തേക്കും ആ സാരിയൊക്കെ മാറി പിന്നെ എന്തിലേക്ക് മാറി? ചുരിദാർ ഫാഷനായിട്ട് തുടങ്ങി.
ആ ചുരിദാറിൽ തന്നെ കുറേ ഫാഷൻസ് ഉണ്ട് ല്ലേ? അതായത് ഹാഫ് കൈ ഉണ്ട്, ഫുൾ കൈ ഉണ്ട്, പഫ് ഉണ്ട്. കയ്യിൽ തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് അതെല്ലാം മാറിയിട്ട് സ്ലീവ്ലെസ്സിലേക്ക് മാറി. പല കുട്ടികളും സ്ലീവ്ലെസ് ആണ് ഉപയോഗിക്കുന്നത് ല്ലേ? ബ്ലൗസ് ഇപ്പം സാരിയുടെ ബ്ലൗസ് എന്ന് പറയുമ്പോൾ സ്ലീവ്ലെസ് ബ്ലൗസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വസ്ത്രധാരണത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ അല്ലേ? പണ്ട് അമ്മമാരൊക്കെ എന്ന് പറയുന്നത് ബ്ലൗസും കൈലിയുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ അമ്മമാരങ്ങനെ ബ്ലൗസും കൈലിയും ഉപയോഗിക്കുന്നില്ലല്ലോ. പകരം ഇപ്പം നമ്മുടെ അമ്മമാർ തന്നെ ഫ്രീക്കികളായിട്ട് മാറി. എന്താണ് ഉപയോഗിക്കുന്നത്? ടീഷർട്ടും ബനിയനും ആണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് നൈറ്റിയാണ്. പക്ഷെ കാലഘട്ടം മാറിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ടീഷർട്ടും ബനിയനുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു മാറ്റം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നവോത്ഥാനം. അപ്പം വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ ആഹാര രീതിയിൽ മാറ്റമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ. പണ്ട് KFC ചിക്കനൊന്നും ഇല്ല അല്ലേ? ചിക്കൻ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് കറി വയ്ക്കുന്നത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ഒരു വിശേഷ ദിവസങ്ങളിലായിരിക്കും നമ്മൾ ചിക്കൻ വാങ്ങിച്ച് കറി വയ്ക്കുക. പക്ഷേ ഇന്നങ്ങനെയാണോ? ഇന്നല്ല. മറിച്ച് ഏതൊക്കെ ദിവസങ്ങൾ നമുക്ക് കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് രാവിലെ പിന്നെ പലപ്പോഴും പലരുടെയും വീട്ടിൽ അരി ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പിന്നെ നമ്മുടെ കപ്പയും കപ്പപ്പുഴുക്ക് അല്ലേ? ചീനി അല്ലെങ്കിൽ നമ്മുടെ ചേന, ചേമ്പ് മുതലായ പുഴുക്ക് വർഗ്ഗങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കഞ്ഞിയോ പഴങ്കഞ്ഞിയോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്നങ്ങനെയാണോ? ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് രാവിലെ തന്നെ അമ്മമാരുണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്, ചപ്പാത്തിയുണ്ട്, വേണമെങ്കിൽ പൂരിയും പല പല ഐറ്റംസ് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്ക് ബിരിയാണി. അപ്പോൾ എന്താണ് ആഹാരത്തിൽ നമുക്ക് എന്തുണ്ട്? മാറ്റമുണ്ട്. അതുപോലെ അനുഷ്ഠാനങ്ങളിൽ പണ്ടുണ്ടായിരുന്ന അനുഷ്ഠാനങ്ങളല്ല ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങളിലും ഉപയോഗിക്കുന്നത് ഇല്ലേ? പണ്ടൊരു കുട്ടി പ്രായമാവുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രമേ സ്കൂളിൽ പോകാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒരു അനുഷ്ഠാനം നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു കുട്ടി ഋതുമതിയാകുക എന്ന് പറയുന്നത്. അപ്പം ഋതുമതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസമുറ എന്ന് പറയുന്നത് അവൾ പ്രായമാകുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. മാസം. അപ്പോൾ ആദ്യമായിട്ട് പ്രായമാകുന്ന ദിവസം അവൾ സ്വാഭാവികം അശുദ്ധി സങ്കല്പങ്ങൾ അങ്ങനെ പല പല ഹിന്ദുസിൽ അത് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇത്ര ദിവസം വരെ സ്കൂളിലെങ്ങും പറഞ്ഞു വിടില്ല. പക്ഷേ ഇന്ന് കാലഘട്ടം മാറിയപ്പോൾ ആ കുട്ടി പ്രായമാകുന്നു പോലും പൊതുസമൂഹത്തിന് അറിയില്ല. കാരണം അങ്ങനെ ഒരു അകൽച്ചയില്ല. അവൾ അന്നേ ദിവസവും സ്കൂളിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന്. അപ്പോൾ അവിടെ ഒരു മാറ്റം വന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നവോത്ഥാനം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഉണ്ടായിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത്, ഉത്ഥാനം എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൽ, അതായത് ഉണർത്തൽ, പുതിയതായിട്ടൊന്ന് രൂപപ്പെടുത്തി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം നോക്കിയേ, കാലം, ദേശം എന്നിങ്ങനെ ഓരോ ഘട്ടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ നവോത്ഥാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭാരതത്തിൽ തന്നെ ബംഗാളിൽ നടന്ന ഒരു പരിഷ്കരണ ശ്രമങ്ങൾ ഏകദേശം 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ആ പരിഷ്കരണ മാറ്റങ്ങൾ, അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? നവോത്ഥാനം എന്താണെന്ന് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാം കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. എന്തെന്ന് പറയുന്നത്? നവോത്ഥാനം, അർത്ഥവും വ്യാപ്തി. മറക്കരുത്, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിപ്പം കേരളീയ നവോത്ഥാനമാണ് പഠിക്കുന്നതെങ്കിൽ അതിൽ ഓരോ യൂണിറ്റും ഏതൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് നമ്മളിന്ന് നവോത്ഥാനത്തിൽ നവോത്ഥാനം, അർത്ഥവും വ്യാപ്തിയും എന്ന ഭാഗത്ത് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് നമ്മളിവിടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും പാശ്ചാത്യ നവോത്ഥാനം എന്താണെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് പാശ്ചാത്യ നവോത്ഥാനം? അതുപോലെ ഇന്ത്യൻ നവോത്ഥാനം എങ്ങനെയാണ്, എവിടെയൊക്കെയാണ്, ആരാണ് അതിന് മുൻപന്തിയിൽ നിന്നത്? അതുപോലെ തന്നെ കേരളീയ നവോത്ഥാനം ഏതൊക്കെ ഭാഗത്താണ്? കേരളീയ നവോത്ഥാനത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എവിടെയൊക്കെയാണ്? ആരാണ് കേരളീയ നവോത്ഥാനത്തിന് മുൻപന്തിയിൽ നിന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഈ ഒരു
അധ്യായത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, കാരണം പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത് അങ്ങനെ ആണെന്നൊരു വടിയും പിടിച്ച് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്, ഒന്നിനെ ഒന്നായിട്ട് ഞാൻ ആവർത്തിച്ച് പറയാം. അത് നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുക. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ നവോത്ഥാനത്തിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്താണ് നവോത്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പാശ്ചാത്യ നവോത്ഥാനം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ നവോത്ഥാനം എന്താന്ന് നോക്കി. അടുത്ത് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് പാശ്ചാത്യ നവോത്ഥാനം എന്നാണ് കേട്ടോ. എന്താണ് പാശ്ചാത്യ നവോത്ഥാനം? നോക്കിക്കോ മക്കളെ, പാശ്ചാത്യ നവോത്ഥാനം എന്നത് 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇറ്റലിയിൽ ഉദയം കൊണ്ട ഒരു സാംസ്കാരികവും ഭൗതികവുമായിട്ടുള്ള കലാപര വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടമാണ് ഈ പാശ്ചാത്യ നവോത്ഥാനം എന്ന് പറയുന്നത്. എത്രാം നൂറ്റാണ്ടാണ്? നൂറ്റാണ്ടൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഏതാണ് പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ. ഏതാണ്? 14 മുതൽ 16 വരെയുള്ള ഒരു കാലഘട്ടം കേട്ടോ. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ അത് ഇറ്റലിയിലാണ് ഉദയം കൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിൽ ഉദയം ചെയ്ത സാംസ്കാരികവും ഭൗതികവുമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു കലാപരവുമായിട്ടുള്ള ഒരു വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടമാണ് പാശ്ചാത്യ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് എപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം, പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ കാലഘട്ടം ഏതാണ്? ഏതാണ് പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ കാലഘട്ടം? ഏതാണ്? 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട്. മറക്കരുത്, 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഉള്ളതാണ് നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനം. എവിടെയാണ് പാശ്ചാത്യ നവോത്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത് മക്കളെ? എവിടെയാണ്? ഇറ്റലിയിലാണ് പാശ്ചാത്യ നവോത്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി മറക്കുവോ? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയിലായി കഴിഞ്ഞിരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് പാശ്ചാത്യ നവോത്ഥാനം എന്ന് പറയുന്നത്? ഇറ്റലിയിലാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഏതുകൊണ്ടാ? 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അന്ധവിശ്വാസത്തിൽ നിന്നും മധ്യകാല അടിച്ചമർത്തലുകളിൽ നിന്നുമൊക്കെ മാറി മനുഷ്യന്റെ യുക്തിക്കും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകിയ ഒരു സാംസ്കാരിക പുനരുജ്ജീവനമാണ് എന്തെന്ന് പറയുന്നത്, പാശ്ചാത്യ നവോത്ഥാനം എന്ന് പറയുന്നത്. എന്താണ് പാശ്ചാത്യ നവോത്ഥാനം എന്ന് പറയുന്നത്? മനുഷ്യന്റെ അടിച്ചമർത്തലുകൾ, ഇല്ലേ, മധ്യകാല അടിച്ചമർത്തലുകൾ. ഒരു കാലഘട്ടത്തില് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി അടിച്ചമർത്തലുകളിൽ പെട്ട ഒരു വ്യക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ അടിച്ചമർത്തലുകളിൽ നിന്ന് മാറിയിട്ട് മനുഷ്യന്റെ യുക്തിക്കനുസരിച്ച്, അല്ലെ, ഓരോ വ്യക്തിക്കും എന്താണോ തോന്നുന്നത് അവന്റെ യുക്തിക്കനുസരിച്ച്. അടിച്ചമർത്തൽ എന്ന് പറഞ്ഞ എന്താണ്? നമ്മളെ മറ്റൊരാൾ എന്താണ് നമ്മുടെ മുകളിൽ മറ്റൊരാൾ അവരുടെ സ്വാതന്ത്ര്യത്തെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത് ചെയ് എന്ന് നമ്മൾ പറയുന്നു, വേറൊരാൾ പറയുന്നു, അത് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ എൻ്റെ അടുത്ത് പിന്നെ എനിക്ക് മുകളിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ പിന്നെ നീ ഇന്ന രീതിയിൽ നടക്കണം, ഇന്ന ആഹാരം കഴിക്കണം, ഇന്നതാണ് നിന്റെ വരുമാനം എന്നൊക്കെ എന്നെ മണ്ടയിൽ അടിച്ചമർത്തുന്നതിനാണ്, അല്ലെങ്കിൽ ഞാൻ നടക്കുന്നതിന് പോലും അവരുടെ ഒരു എന്താണ് മേൽനോട്ടം ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. പണ്ട് കാലം അങ്ങനെ ആയിരുന്നല്ലോ, ജന്മിഭരണം എല്ലാം അങ്ങനെ ആയിരുന്നു അല്ലയോ. അതായത് ഓരോ പാവപ്പെട്ട മനുഷ്യരും അധ്വാനിക്കുന്നു, അവൻ മറ്റുള്ളവരുടെ അടിച്ചമർത്തലിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അവരുടെയൊക്കെ കൃഷിഭൂമിയിൽ ഇവർ പണിയെടുക്കുന്നതിന്റെ തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് ഒന്നും തികയത്തില്ല. അങ്ങനെ വന്നപ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങി, അവന്റെ യുക്തിക്കനുസരിച്ച് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രവർത്തിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് അടിച്ചമർത്തലിൽ നിന്ന് മനുഷ്യന്റെ യുക്തിക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അവിടെയാണ് നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെയാണ് പാശ്ചാത്യ നവോത്ഥാനം ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അടിച്ചമർത്തലുകളിൽ നിന്നും മാറി മനുഷ്യന്റെ യുക്തിക്കും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകി. അവിടെയാണ് അവൻ സ്വതന്ത്രനായി തീരുന്നത്. നമ്മുടെ ഇപ്പം എക്സാമ്പിളിന് നമ്മളിപ്പം വീട്ടില് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ മണ്ടയിൽ സ്വാതന്ത്ര്യം ചെലുത്താറുണ്ട്.
അല്ലേ? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് എന്തായിട്ട് തോന്നാറുണ്ട്? അതൊരു അടിച്ചമർത്തലായിട്ട് തോന്നാറുണ്ട്. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. രാവിലെ എണീക്കുന്നതിനും സ്കൂളിൽ പോകുന്നതിനും ഒക്കെ നമ്മൾ എന്താണ് അച്ഛൻ്റെ അമ്മയുടെ ഒരു പ്രായം വരെ മനസ്സിലാവുന്നുണ്ടോ? അച്ഛൻ്റെ അമ്മയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയും നമ്മുടെ മുകളിലേക്ക് ഒരു അടിച്ചമർത്തൽ സ്വാഭാവികം. പല വീട് എല്ലാ വീടുകളിലും ഇല്ല കേട്ടോ. എൻ്റെ വീടുകളിലൊന്നും അങ്ങനെ ഇല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഇപ്പം PhD ഒക്കെ കഴിഞ്ഞു, ഡോക്ടറേറ്റ് ഒക്കെ ആയി, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാലഘട്ടം വരെ എൻ്റെ വിവാഹം പോലും ഞാൻ സെലക്ട് ചെയ്തതാണ്. ഒരിക്കലും അവിടെ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മണ്ടയിൽ ഒരു അടിച്ചമർത്തൽ നടത്തിയിട്ടില്ല. പക്ഷെ പല വീടുകളിലും അങ്ങനല്ല, ഒരു അടിച്ചമർത്തലുണ്ട്. പക്ഷെ അവിടെ നമ്മളാണ് എന്ത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കാറുണ്ട് അല്ലേ? ഇപ്പം എക്സാമ്പിൾ നമ്മുടെ അമ്മായിയമ്മയും മരുമോളും തമ്മിലൊരു പോരാട്ടം ഉണ്ടല്ലോ. അവിടെ നമ്മൾ എന്താ ആഗ്രഹിക്കും? അടുക്കളയിൽ മരുമോൾക്കൊന്ന്, അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മരുമോൾക്കൊരു ചെറിയ, ഇത് ജോലി ചെയ്യുന്ന മരുമക്കളുടെ കാര്യമാണേ പറഞ്ഞത്, മരുമോൾക്ക് ചെറിയൊരു ആഗ്രഹം കാണും അടുക്കളയിൽ ഒരു അധിപയായിട്ട് മാറണമെന്ന്. പക്ഷെ അത്രയും കാലം അവിടെ അധികാരം നടത്തിക്കൊണ്ടിരുന്ന അമ്മായിയമ്മ മാറുമോ? ഇല്ല. അപ്പൊ അമ്മായിയമ്മയുടെ ഒരു ചെറിയ ഗ്യാപ്പ് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? സ്വതന്ത്രയാകും. അല്ലാത്ത പക്ഷെ അമ്മായിയമ്മ പറയും ആ പാത്രത്തിൽ കറി വെക്കണം, അങ്ങനെ അരിയണം, ഇങ്ങനെ അരിയണം എന്നൊക്കെ നമ്മളോട് അമ്മായിയമ്മ ഉത്തരവിടും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കും? സ്വതന്ത്രയാകാൻ നോക്കും. അതേ ഒരു സംഭവമാണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, അതേ ഒരു സംഭവമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ജന്മിമാരും മറ്റു പുരോഹിതരും ഒക്കെ നമ്മുടെ മണ്ടയിൽ, സാധാരണ മനുഷ്യന്റെ മണ്ടയിൽ ഒരു അടിച്ചമർത്തൽ നടത്തിയിരുന്നു. അതിൽ നിന്നും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിന്തിക്കാൻ തുടങ്ങി, സ്വതന്ത്രനാകാൻ തുടങ്ങി. അവിടെയാണ് നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. നോക്കിക്കോ മക്കളെ, ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇറ്റലിയിലാണ് ഈ പാശ്ചാത്യ നവോത്ഥാനം രൂപം കൊള്ളുന്നത്. നിങ്ങൾ നോക്കിക്കേ, എന്താണ് പാശ്ചാത്യ നവോത്ഥാനം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം അടിച്ചമർത്തലുകളിൽ നിന്നുമൊക്കെ തന്നെ എന്ത് മാറി മനുഷ്യന്റെ യുക്തിക്കും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് അവൻ വളരാൻ തുടങ്ങി. അവിടെയാണ് നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നോക്കേ, റിനൈസസ് എന്ന ഇംഗ്ലീഷ് പദത്തിന് പകരം മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്തെന്ന് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുനരുജ്ജീവനം, പുനരുദ്ധാരണം എന്നാണ് റിനൈസിസ് എന്ന പദത്തിന്റെ അർത്ഥം. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ്. എന്താണ് നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മുടെ ഈ പാശ്ചാത്യ നവോത്ഥാനത്തില് പ്രമുഖരായവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? നമ്മുടെ ഓരോ സ്ഥലത്തും നമ്മുടെ ഓരോ കാര്യങ്ങളെയും ഉരുവപ്പെടുത്തിയെടുക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യും. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കണമെങ്കിൽ അതിൽ ചില ആൾക്കാരുടെ ഒരു പ്രേരണ ഉണ്ടാകും. അതില്ലാതിരിക്കത്തില്ലല്ലോ, ഉണ്ടാകും. സ്വാഭാവികം അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലരൊക്കെ സ്വന്തമായിട്ട് തന്നെ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ളവരാണ് കുറച്ച് പ്രമുഖരായിട്ടൊക്കെ അറിയപ്പെടുന്നത്. അവരുടെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അല്ലാത്ത പക്ഷം ചിലരൊക്കെ എന്ത് ചെയ്യും? കുറച്ച് മടി പിടിച്ച് ഇങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷെ അവരുടെ പേര് മുന്നോട്ട് വരുമില്ല. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയും. അതുപോലെ നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനത്തിലും കുറച്ച് ആൾക്കാരുണ്ട് പ്രമുഖരായിട്ട്. അവരുടെ മേൽനോട്ടത്തിലാണ് പിന്നീട് അങ്ങോട്ട് ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചത് കേട്ടോ. അപ്പൊ നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് പറയുന്നത് ലിയോണാർഡോ ഡാവിഞ്ചി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഇത്രയും വലിയ പിള്ളേരാണ്. അപ്പൊ എന്തായാലും സ്വാഭാവികം ആ പേരൊക്കെ കേട്ടിട്ടുണ്ടാകും. അതുപോലെ മൈക്കൽ ആഞ്ചലോ, റാഫേൽ, പെട്രാർക്ക്, മാക്കിയവെല്ലി തുടങ്ങിയവർ ഈ കാലഘട്ടത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾ നോക്കിക്കേ മക്കളെ, ഈ പേര് നിങ്ങൾ മറക്കരുത്. ഇത് വർക്കാവുന്നില്ലല്ലോ. ഓക്കെ, നോക്കാം. ശരി, അപ്പം നോക്കിയേ, എന്താണ് പേര്? ലിയോണാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, പെട്രാർക്ക്. നോക്ക്, പഠിക്കാൻ എളുപ്പമാണ്. ഏതാണ്? ഡാവിഞ്ചി, പെട്രാർക്ക്, മൈക്കൽ ആഞ്ചലോ. അങ്ങനെ നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് പഠിക്കാം. മാക്കിയവെല്ലി തുടങ്ങിയവരാണ് ഈ കാലഘട്ടത്തിലെ പ്രമുഖരായിട്ടുള്ളവർ എന്ന് പറയുന്നത്. ആരാണ്? ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ, പെട്രാർക്ക് എന്നിവരാണ് കേട്ടോ. ആ പേര് മറക്കരുത്. ഓക്കെ. നവോത്ഥാനം എന്ന് പറയുന്നത് മാനവരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ വിപ്ലവമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഏംഗൽസ്, അല്ലേ? അപ്പൊ നവോത്ഥാനം എന്ന് പറയുന്ന മാറ്റമാണ്. ഏതൊരു സമൂഹത്തിലും, ഏതൊരു രീതിയിലും, ഏത് മേഖലയിലും ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അതൊരു വിപ്ലവമാണ്.
മനസ്സിലാവുന്നുണ്ടോ? അത് പക്ഷെ എല്ലാവരും അംഗീകരിക്കണം എന്നില്ല. അത് അവിടെയാണ് വിപ്ലവം ഉണ്ടാകുന്നത്. ഒരു പക്ഷക്കാർക്ക് അത് അനുകൂലിക്കാൻ കഴിയും, ഒരു പക്ഷക്കാർക്ക് അത് അനുകൂലിക്കാൻ കഴിയാതെ ഇരിക്കും. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വിപ്ലവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു സദാചാരവാദികളുടെ ഒരു കോട്ടയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മുടെ സാധാരണ ഒരു ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം തന്നെ എക്സാമ്പിൾ ഞാൻ എൻ്റെ സ്ഥലം പറയാം. എൻ്റെ സ്ഥലം കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ്. കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. തെന്മല ഡാം ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. വാർത്തയിലൊക്കെ പലവട്ടം മഴക്കാലമൊക്കെ ആകുമ്പോഴൊക്കെ കേൾക്കുന്നതാണ്. തെന്മല ഡാമിൻ്റെ ഷട്ടർ ഉയർത്തി താത്തു എന്നൊക്കെ കേൾക്കുന്നതാണ്. അപ്പം ആ ഒരു മലയോര സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. സ്വാഭാവികം അവിടെ കുറച്ച് എന്താ പറയുക, നമ്മുടെ ഒരു സിറ്റിയിലുള്ള ഒരു ലൈഫല്ല. ഇപ്പം ഞാൻ തിരുവനന്തപുരത്താണ് നിൽക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്തെ കുട്ടികൾ നടക്കുന്ന ഒരു രീതിയിലല്ല നമ്മുടെ ഈ കുളത്തൂപ്പുഴയിലെ കുട്ടികൾ നടക്കുന്നത്. അപ്പം വ്യത്യാസമുണ്ട്. അപ്പം അവിടെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്, വസ്ത്രധാരണത്തിലൊരു വ്യത്യാസമുണ്ട്. അവിടെ ഒരു പിന്നെ ഒരു കുട്ടി സ്ലീവ്ലെസ്സിൻ്റെ ഒരു ടീഷർട്ടോ ഒക്കെ ഇട്ട്, അല്ലെങ്കിൽ സ്ലീവ്ലെസ്സിൻ്റെ ഒരു ബനിയൻ ഇട്ടെന്ന് വെച്ചോളൂ, അതും ഇട്ട് ഒരു ജീൻസൊക്കെ ഇട്ടിട്ട് എൻ്റെ ഈ വഴി എൻ്റെ വീട്ടിൻ്റെ അതിലേക്കൂടെ പോവാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കണ്ണോടിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതൊരു മാറ്റമാണ്. ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാറ്റം, സമൂഹത്തിലുണ്ടാകുന്ന ഒരു മാറ്റം. അതാണ് നമ്മൾ മാറ്റം, നവോത്ഥാനം എന്ന് പറയുന്നത്. മാറ്റം, വസ്ത്രധാരണത്തിലുണ്ടാകുന്ന മാറ്റം. പക്ഷെ അത് അംഗീകരിക്കാൻ ഞങ്ങളുടെ അവിടെ കുറച്ച് ആൾക്കാർക്ക് കഴിയുകയില്ല. അവിടെയാണ് നമ്മൾ അവരെ എന്ത് പേരിട്ട് വിളിക്കുന്നു, സദാചാരവാദികൾ എന്ന് പറയാം. അപ്പൊ പറയാം, ഇല്ല അവന്റെ മോൾ അങ്ങനെയാണ് കേട്ടോ, ദാ വസ്ത്രം ഇട്ടേന്ന് നോക്കി, അഹങ്കാരി എന്നല്ലേ പറയുള്ളൂ. പക്ഷെ അങ്ങനല്ല, സമൂഹത്തിൽ ഇങ്ങനെ മാറ്റങ്ങളുണ്ട് എന്ന് ആരും പറയത്തുമില്ല, ചിന്തിക്കത്തുമില്ല. അതിനെ തെറ്റായ രീതിയിൽ കാണാനേ ശ്രമിക്കാറുള്ളൂ. അവിടെയാണ് വിപ്ലവം സൃഷ്ടിക്കുന്നത്, അവിടെയാണ് വിപ്ലവം ഉണ്ടാകുന്നത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പം ഈ വലിയ വലിയ സ്ഥലങ്ങളിൽ ഇതേപോലെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, പല മേഖലയിൽ പല രീതിയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ വലിയൊരു വിപ്ലവമാണ്. ഒരു വിഭാഗക്കാർക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, അനുകൂലിക്കാനായിട്ട് കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരത്തില് ഒരു വിപ്ലവമായിരുന്നു എന്ന് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം ആലോചിച്ചോണം, വിപ്ലവം എന്നൊക്കെ പറയുമ്പം ഈ ഒരു എക്സാമ്പിളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വരണം. മനസ്സിലാവുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ്, നവോത്ഥാനം മാനവരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ മഹത്തായൊരു വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഏംഗൽസ് ആണ്. അത് മറക്കരുത് കേട്ടോ. ഏംഗൽസ് ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ്, സോറി കേട്ടോ, അതായത് നവോത്ഥാനം മാനവരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തായ വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഏംഗൽസ് ആണ്. മറക്കരുത് കേട്ടോ. ആരാണ്? ഏംഗൽസ് ആണ്. മാനവരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിപ്ലവമായിരുന്നു നവോത്ഥാനം എന്ന് പറഞ്ഞത് ഏംഗൽസ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കിയേ, വേറൊരാളുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. ദാന്തേ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നോക്കിയാൽ, നമ്മൾ ഇത്രയും മുതിർന്ന കുട്ടികളല്ലേ, നിങ്ങളൊക്കെ വലിയ കുട്ടികളല്ലേ, എന്നേക്കാളും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരായിരിക്കും നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരല്ലേ. അവരെ മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ നിൽക്കാനായിട്ട്. അപ്പം നോക്കിയേ മക്കളെ, ലോക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ദാന്തേ രചിച്ച ഡിവൈൻ കോമഡി എന്ന് പറയുന്ന മഹാകാവ്യത്തിലൂടെയാണ്. അപ്പോൾ ഡിവൈൻ കോമഡി എന്ന് പറയുന്നത് മഹാകാവ്യമാണ്. അപ്പൊ ഡിവൈൻ കോമഡി രചിച്ചത് ആരാണ്? ദാന്തേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കിയേ, ലോക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഡിവൈൻ കോമഡി, ദാന്തേ ആണ്. ഡിവൈൻ കോമഡി എന്ന മഹാകാവ്യത്തിലൂടെയാണ്. അപ്പൊ നോക്കിക്കോണം, നമ്മുടെ നവോത്ഥാനം മാനവരാശി കണ്ടിട്ടുള്ളിൽ വെച്ച് ഒരു വലിയ വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഏംഗൽസ് ആണ്. ആരാണ്? ഏംഗൽസ് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആക്കിക്കോണം, മറക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പെട്ടെന്ന് മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ലോക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത്? നമ്മുടെ ദാന്തേ രചിച്ചിട്ടുള്ള ഡിവൈൻ കോമഡി എന്ന് പറയുന്ന മഹാകാവ്യത്തിലൂടെയാണ്. അത് നോക്കിക്കോണം, മഹാകാവ്യമാണെന്നുള്ളത് മറക്കരുത് കേട്ടോ. ദാന്തേ രചിച്ചിട്ടുള്ള ഡിവൈൻ കോമഡി എന്ന് പറയുന്ന മഹാകാവ്യത്തിലൂടെയാണ്. അപ്പൊ ഈ ഇറ്റലിയിലാണല്ലോ നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്. മറക്കരുത്. എവിടെയാണ് പാശ്ചാത്യ നവോത്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്? ഇറ്റലിയിലാണ് പാശ്ചാത്യ നവോത്ഥാനം രൂപം കൊണ്ടിരിക്കുന്നത്. അത് മറക്കരുത്. അപ്പം ഏത് ഭാഷയിലാണ് അപ്പോൾ ഡിവൈൻ കോമഡി? ഏത് ഭാഷയിലായിരിക്കും? ഇറ്റലി എന്ന് പറയുന്ന ഭാഷയിലാണ് ഡിവൈൻ കോമഡി രചിച്ചിരിക്കുന്നത്. ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ PSC പോലുള്ള ചെറിയ ചെറിയ എക്സാമിനൊക്കെ ഇത് ചോദിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങളൊന്നുമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാനായിട്ട് പാടില്ല. മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ നോക്കിയേ മക്കളെ, ലോക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ദാന്തെ രചിച്ചിട്ടുള്ള ഡിവൈൻ കോമഡി എന്ന് പറയുന്ന മഹാകാവ്യത്തിലൂടെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇറ്റാലിയൻ ഭാഷയിലാണ് എന്ത് രചിച്ചിരിക്കുന്നത്? ഡിവൈൻ കോമഡി രചിച്ചിരിക്കുന്നത്. അപ്പൊ ഡിവൈൻ കോമഡി രചിച്ചത് ആരാണ്? ദാന്തെ. മറക്കരുത്, ഡിവൈൻ കോമഡി രചിച്ചിരിക്കുന്നത് ദാന്തെയാണ്. ദാന്തെ രചിച്ച ഡിവൈൻ കോമഡി ഏത് ഭാഷയിലാണ്? ഇറ്റാലിയൻ ഭാഷയിലാണ്. മഹാകാവ്യമാണെന്നുള്ളത് മറക്കരുത്. ആ പുസ്തകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ലോക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച പുസ്തകമാണ് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയിരിക്കുന്നു, മനസ്സിലാക്കുന്നു. നവോത്ഥാനത്തെ മാനവികതയുടെ കാലമായി രേഖപ്പെടുത്താറുള്ളത് പെട്രാർക്കിന്റെ ഒരു നിരീക്ഷണത്തിലൂടെയാണ്. നവോത്ഥാനത്തിനെ അടുത്ത വ്യക്തിയാണ് പെട്രാർക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഏംഗൽസ് പറഞ്ഞു, ദാന്തെ പറഞ്ഞു, പെട്രാർക്ക് പറഞ്ഞു, റാഫേൽ ഉണ്ട്, മാക്കിയവെല്ലി ഉണ്ട്. ഇവർ ആരുടെയും പേര് മറക്കില്ല. ഇവർ ആര് വന്നാലും ആരാണത്? പാശ്ചാത്യ നവോത്ഥാന നേതാക്കളാണ്, അല്ലെങ്കിൽ അതിലെ പ്രമുഖരാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത് കേട്ടോ. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നവോത്ഥാനത്തെ മാനവികതയുടെ കാലമായി രേഖപ്പെടുത്താറുള്ളത് പെട്രാർക്കിന്റെ നിരീക്ഷണത്തിലൂടെയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം നമുക്ക്. പെട്രാർക്ക് എന്താണ് പറയുന്നത് നോക്കിയേ. ചരിത്രം എന്നത് സാഹിത്യവും കലാപരവും സാമൂഹികപരവുമായിട്ടുള്ള മുന്നേറ്റങ്ങളുടേതാണെന്നും അത് മതപരമായ സംഭവങ്ങളുടെ പരിണിത ഫലമല്ലെന്നുമാണ് ആര് പറയുന്നത്? പെട്രാർക്ക് പറയുന്നത്. മതപരമായിട്ടുള്ള സംഭവങ്ങളുടെ പരിണിത ഫലം. മതപരമായ സംഭവങ്ങളുടെ പരിണിത ഫലം എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓരോ രീതി നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ്. ഇപ്പോൾ മതപരമായിട്ട് ഇപ്പം ഓരോ സങ്കല്പങ്ങൾ, അതായത് അശുദ്ധി സങ്കല്പങ്ങൾ, മറ്റു ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. അപ്പം അതല്ല, പകരം ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? സാഹിത്യമുണ്ട്, അവിടെ ഒരു കലയുണ്ട്, അവിടെ ഒരു സാമൂഹികപരമായിട്ടുള്ള മുന്നേറ്റങ്ങളുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? നവോത്ഥാനം. ഈ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തെന്നത് നവോത്ഥാനത്തെ മാനവികതയുടെ കാലമായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചരിത്രം എന്ന് പറയുന്നത് സാഹിത്യം, കലാപരവും സാമൂഹികപരവുമായിട്ടുള്ള ഒരു മുന്നേറ്റങ്ങളുടേതാണെന്നും മതപരമായ സംഭവങ്ങളുടെ പരിണിത ഫലവുമല്ല എന്നാണ് പറയുന്നത്. നോക്കി, ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങനെ, അതായത് സാഹിത്യം, കലാപരം, എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ഇതൊന്നും തന്നെ മതപരമായിട്ടുള്ള ഒരു പരിണിത ഫലമല്ല, ഓരോ വ്യക്തിയുടെയും കഴിവിന്റെ ഫലമാണ്. സാഹിത്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ടാകുന്നത്. ഇപ്പൊ ഒരു പാട്ടായിക്കോട്ടെ, ഒരു നാടൻ പാട്ടായിക്കോട്ടെ, ഒരു കഥയായിക്കോട്ടെ, ഒക്കെ തന്നെ ഓരോ മനുഷ്യനാണ്, മതമല്ല. പകരം മനുഷ്യന്റെ ഉള്ളിൽ രൂപം കൊള്ളുന്നതാണെന്നും അവന്റെ കലാവാസനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഒരു കൈത്തൊഴിൽ, അതായത് ഇപ്പൊ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നവനായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ വസ്ത്രം നിർമ്മിക്കുന്നവനായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് അവന്റെ കലയാണ്. അവിടെ മതമല്ല വരുന്നത്, അവിടെ എന്താണ്? കഴിവാണ്, ആ വ്യക്തിയുടെ കഴിവാണ്. അപ്പൊ ആ കഴിവിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? സാമൂഹിക മുന്നേറ്റങ്ങളുടേതാണെന്നും മതങ്ങളുടെ അല്ലെങ്കിൽ മതത്തിന്റെ സംഭവങ്ങളുടെ പരിണിത ഫലമല്ല എന്നുമാണ് പെട്രാർക്ക് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോവാം. അതായത് ക്ലാസിക്കൽ പുനരുജ്ജീവനം, പുരാതന ഗ്രീക്ക് റോമൻ സാഹിത്യം, തത്വചിന്ത, കലാശാസ്ത്രം എന്നിവയുടെ ആവേശം വീണ്ടും എന്ത് ചെയ്തു? ഉയർന്നു വന്നു. അപ്പൊ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വന്നപ്പോൾ ഈ ഭാഗത്തും എന്ത് ചെയ്തു? തത്വചിന്തയിലും കലയിലും ശാസ്ത്രത്തിലും ഒക്കെ തന്നെ ഒരു മാറ്റം വന്നു. ഓക്കെ, അടുത്തത് മാനവിക ദൈവ കേന്ദ്രീകൃതമായ മധ്യകാല ചിന്താഗതിയിൽ നിന്നും മാറി. നിങ്ങൾ ആലോചിച്ചോണം, ദൈവ കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തയിൽ നിന്നും മാറി. ആദ്യകാലം മുതലേ അങ്ങനെയാണ് അല്ലെ? അപ്പൊ നമ്മുടെയൊക്കെ അങ്ങ് പണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ ഒരു വിശ്വാസമായിരുന്നു അല്ലെ? ഇപ്പം എന്താണ്, അതൊരു ദൈവവിശ്വാസമായിട്ട് നമുക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ, ഇപ്പം പീരിയഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്കത്തിക്കുന്ന റൂമിൽ കയറാൻ പാടില്ല, അമ്പലങ്ങളിൽ കയറാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ അമ്മാമ്മയുടെ വീട്ടിൽ പിന്നെ സ്ത്രീകൾ ചാക്കിലാണ് കിടക്കുന്നത്, പായ ഉപയോഗിക്കാറില്ല. അടുക്കളയ്ക്കും പുറത്താണ് കിടക്കുന്നത്, കുശിനിയിലൊക്കെയാണ് കിടക്കുന്നത്. കാരണം നമ്മുടെ അശുദ്ധി
അതൊരു ദൈവസങ്കല്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ദൈവികമായിട്ട് ഒരു ഇതിനെ നമ്മൾ അശുദ്ധപ്പെടുത്തുന്ന ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. അപ്പൊ അവിടെ അങ്ങനെയല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ദൈവകേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തയിൽ നിന്നൊക്കെ മാറിയിട്ട് മനുഷ്യന്റെ കഴിവിനും ബുദ്ധിക്കും ജീവിതത്തിനും പ്രാധാന്യം നൽകി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ കഴിവിനും അവന്റെ ബുദ്ധിക്കും അവന്റെ ചിന്തയ്ക്കുമാണ് പ്രാധാന്യമേറി. പകരം നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യൻ അവന്റെ പ്രവർത്തികൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് എന്തെന്ന് പറയുന്നത് നവോത്ഥാനം. അവിടെയാണ് പാശ്ചാത്യ നവോത്ഥാനത്തിന്റെ തുടക്കമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. അതൊന്നും വലിയ കാര്യമൊന്നും അല്ല, ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കലയിലും ശാസ്ത്രത്തിലും വിപ്ലവം, ചിത്രകലയിൽ റിയലിസ്റ്റിക് രീതികളും ശില്പകലയിൽ പുതിയ ശൈലികളും പരീക്ഷിക്കപ്പെട്ടു. അപ്പോൾ എല്ലായിടത്തും എന്ത് ചെയ്തു? പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടർന്നു വന്നു. ശാസ്ത്രീയമായ അന്വേഷണങ്ങളും അറിവ് തേടലും എന്ത് ചെയ്തു? വർദ്ധിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ശാസ്ത്രീയമായിട്ടുള്ള എന്താണ് ഒരു അന്വേഷണങ്ങളും അറിവ് തേടലും ഒക്കെ തുടങ്ങി. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം എനിക്ക് 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ് കേട്ടോ. ഒരാൾക്ക് 3 മാസപ്രായമാണ്, ഒരാൾക്ക് 3.5 വയസ്സുമാണ് കേട്ടോ. അപ്പം ഈ 2 മക്കളെയും വളർത്തിയതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. അതായത് ഇപ്പം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് സന്ധ്യയ്ക്ക് പടിവാതിക്കലൊന്നും നിൽക്കാൻ സമ്മതിക്കില്ലായിരുന്നു അമ്മുമ്മമാരൊക്കെ. അമ്മമാർക്കൊന്നും വിഷയമല്ല, എൻ്റെ അമ്മയൊക്കെ കുറച്ചും കൂടെ നാഗരികമായിട്ട് മാറിയതാണേ. അപ്പം അമ്മുമ്മമാരൊന്നും സമ്മതിക്കില്ല. പെങ്കൊച്ചെ നീ പുറത്തിറങ്ങരുത്, 6 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്, പിന്നെ വണ്ടിയിലെങ്ങനെ ട്രാവൽ ചെയ്യാൻ സംഭവിക്കില്ല, അങ്ങനെ തന്നെ പുറത്തിറങ്ങിയാൽ ഇരുമ്പ് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നുവിടും. പക്ഷെ അതൊന്നും ഞാൻ വക എടുത്തിട്ടില്ല, കാരണം നമ്മുടെ കാലഘട്ടം മാറി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവരോട് വഴക്കിടാനൊന്നും പോകത്തില്ല. ആ ശരി ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് സൈഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കാര്യങ്ങൾ നടത്തും. പക്ഷെ അവിടെ ശാസ്ത്രീയമായിട്ടൊരു ചിന്ത വന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പോകരുതെന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി? പണ്ട് നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തെ നമ്മൾ അവിടെ തച്ചുടയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ ശാസ്ത്രത്തെ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കാൻ നോക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരമരുന്നൊക്കെ ധാരാളമായിട്ട് കൊടുക്കുമായിരുന്നു. ഒരമരുന്ന് കുഞ്ഞു ജനിച്ച് ഇത്ര നാൾ കഴിഞ്ഞ് 28 കഴിഞ്ഞ് കഴിഞ്ഞാൽ, നൂലുകെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരമരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ ഇന്ന് നമ്മളത് കൊടുക്കത്തില്ല. നമ്മൾ ഇന്ന് ഒരു ഹോസ്പിറ്റലും പറയുന്നില്ല, ഒരു ആയുർവേദ ഡോക്ടർ പോലും പറയുന്നില്ല ഒരമരുന്ന് കൊടുക്കണം എന്ന്. ഇപ്പം ഞാൻ അവിടെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തായിരുന്നു എൻ്റെ കുഞ്ഞിന്. അപ്പം പറഞ്ഞു ഒരമരുന്നൊന്നും കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അത് നമ്മൾ അവിടെ നിന്നും ആ ഒരു സങ്കല്പത്തെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. വേറൊരു രീതിയിലേക്ക് നമ്മുടെ കൾച്ചർ മാറിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത്. ഓക്കെ, അടുത്തത് കൊളോണിയൽ അധീശരൂപങ്ങൾക്ക് വിധേയമായാണ് കേരളത്തിൽ നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചത്. അപ്പം നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് നവോത്ഥാന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത് എന്നും കൂടി അവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്, പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രമാസികളുടെ ആവിർഭാവമൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾക്ക്, വിവരവിനിമയത്തിന് പുതിയ സാധ്യതകളൊക്കെ കണ്ടെത്തിയതും എല്ലാം തന്നെ നവോത്ഥാനത്തിന് പ്രധാനപ്പെട്ട ഇതൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതൊന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇതെല്ലാം നവോത്ഥാനം എന്ന് പറയുന്ന ഏത് മേഖല വെച്ചുകൊണ്ട് വേണമെങ്കിലും നമുക്കിപ്പം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഫോണ്, പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതെല്ലാം നവോത്ഥാനത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം നമുക്ക് നവോത്ഥാനം എന്ന് പറയുന്ന പേപ്പർ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക. പാശ്ചാത്യ നവോത്ഥാനം എന്നാണ് തുടങ്ങിയത്? 1416. എവിടെയാണ് തുടങ്ങിയത്? ഇറ്റലിയിൽ. മനസ്സിലാവുന്നുണ്ടോ? ആരൊക്കെയാണ് പ്രമുഖ നേതാക്കൾ? ആരൊക്കെയാണ്? ഡാവിഞ്ചി ഉണ്ട്, മൈക്കലാഞ്ചലോ ഉണ്ട്, അതുപോലെ തന്നെ റാഫേൽ ഉണ്ട്, പെട്രാർക്ക് ഉണ്ട്, ദാന്തയുണ്ട്. ദാന്തയുടെ പുസ്തകം ഏതാണ് പുസ്തകം? ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ. ഏതാണ്? ഡിവൈൻ കോമഡി. ഏത് ഭാഷയിലാണ്? ഇറ്റലിയിലാണ്, ഇറ്റലി ഭാഷയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണേ? ശരി. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പാശ്ചാത്യ നവോത്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നവോത്ഥാനം എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിപ്പോ പറഞ്ഞത് പാശ്ചാത്യ നവോത്ഥാനം എന്താണെന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ?